റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വി.ഡി. സതീശിന് വേണ്ടി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ജനങ്ങളെ വെല്ലുവിളിച്ച് തീരുമാനമെടുത്താൽ കോൺഗ്രസ് ദുർബലമാകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റം പറയുക മാത്രമല്ല പ്രതിവിധി കൂടി അവതരിപ്പിച്ചു. അതാണ് UDF-നെ അധികാരത്തിലെത്തിച്ചത്. ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും മുഹമ്മദ് ഷിയാസ് NGO അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നിയമസഭയ്ക്കകത്തും പുറത്തും സംസാരിക്കുമ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക മാത്രമല്ല, അതിനൊരു ഓൾട്ടർനേറ്റീവ് കൂടി നമുക്കുണ്ട്. നമുക്ക് ഒരു മറുവശം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇന്നിന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ നമുക്ക് ഈ സംസ്ഥാനത്തെ നമ്മുടെ എല്ലാ മേഖലകളെയും നമുക്ക് മുൻപന്തിയിലെത്തിക്കാൻ സാധിക്കും. പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ UDF അത് നിയമസഭയ്ക്കകത്തും പുറത്തും ചെയ്യാൻ സാധിച്ചതാണ് നമ്മൾ ഈ വിജയത്തിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ടായത്. ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നാട് എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എന്താണോ ആഗ്രഹിക്കുന്നത്, ആ തീരുമാനമായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തമമായ വിശ്വാസം. അർജുൻ മട്ടന്നൂർ ചേരുന്ന അർജുൻ, കൃത്യമാണ് സന്ദേശം. ജനങ്ങളെ വെല്ലുവിളിച്ച് തീരുമാനമെടുത്താൽ കോൺഗ്രസ് ദുർബലമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു, ഓർമ്മപ്പെടുത്തുന്നു. വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന എന്നും വി.ഡി. സതീശന് അനുകൂലമായി നിന്നിട്ടുള്ള നിയുക്ത MLA മുഹമ്മദ് ഷിയാസ്. പിന്നീട് അങ്ങനെ തന്നെയാണ്. എല്ലാ കാലവും വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തെ പിന്തുണക്കുന്ന, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ആളാണ് എറണാകുളം DCC പ്രസിഡന്റ് കൂടിയായ കൊച്ചിയിലെ നിയുക്ത MLA മുഹമ്മദ് ഷിയാസ്. നേരത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങളടക്കം വിവാദമായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി വേണം എന്നതടക്കം അദ്ദേഹം നേരത്തെ പരസ്യമായി പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ് തീരുമാനമുള്ളത്. അവിടെയാണ് തീരുമാനമെടുക്കേണ്ടത്. ആ ഘട്ടത്തിലാണ്, ഒരു നിർണായകമായ സാഹചര്യത്തിലാണ് മുഹമ്മദ് ഷിയാസ് വീണ്ടും തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷവും സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചെയ്തത്. അതിന് പകരം അതോടൊപ്പം തന്നെ അതിന് പ്രതിവിധി അല്ലെങ്കിൽ അതിന് ബദൽ കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കരുത്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത്തരമൊരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പരസ്യമായി തന്നെ പറയുന്നുണ്ട്. NGO അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.